A very good morning to each and every one of you. എല്ലാവർക്കും പ്രഭാതവന്ദനം. ഗുഡ് മോർണിംഗ്. I hope you all had a good night's rest and you're ready to receive God's word. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖകരമായ നിദ്രയുണ്ടായി ദൈവവചനം കേൾക്കാനായി നിങ്ങൾ ഒരുക്കത്തോടെ വന്നിരിക്കുന്നു. I'm grateful to Tirumeni Gregorius Mas Stephanos for praying for me and introducing this session. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും അഭിവന്യ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തിരുമേനിയോടുള്ള പ്രത്യേക സന്തോഷം പങ്കുവയ്ക്കട്ടെ. And I'm also deeply indebted to my colleague Reverend Dr. Shibi for translating excellently everything that I say. എൻ്റെ പ്രഭാഷണങ്ങളും ചിന്തകളും പരിഭാഷപ്പെടുത്തുന്ന പ്രിയപ്പെട്ട അച്ഛനായിട്ടും എൻ്റെ സന്തോഷം പങ്കുവയ്ക്കട്ടെ. So let us commit this time into God's hands before we dig into His word. വേദപഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. Father, we still our hearts once again this morning. കർത്താവെ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. We give you thanks for the gift of your word that you've given us. കർത്താവ്, നിന്റെ ദാനമായിരിക്കുന്ന വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Speak to us in a new way through your word. നിന്റെ വചനത്തിലൂടെ പുതുതായി ഞങ്ങളോട് സംസാരിക്കണമേ. May your Holy Spirit breathe life into these words. കർത്താവെ, ഈ വചനത്തിൻ്റെ ഉള്ളിൽ നിന്റെ ആത്മാവിനെ നീ പകരണമേ. Challenge us afresh. കർത്താവെ, പുതുതായി ഞങ്ങളെ നീ വെല്ലുവിളിക്കണമേ. Give us hearts and minds that are willing to listen to your word. നിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും കർത്താവ് ഒരുക്കി തരണമേ. And above all, to put it into practice in our lives. കേൾക്കുക മാത്രമല്ല, നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിത്യവും പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. And so let the words of my mouth കർത്താവെ, എൻ്റെ വായിലെ വാക്കുകളും and the meditation of our hearts ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight. നിനക്ക് പ്രസാദകരമായിരിക്കണമെന്ന് O Lord, my rock and our redeemer. ഞങ്ങളുടെ കർത്താവെ, നീ ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമേ. ആമേൻ. Amen. Yesterday we looked at Jonah chapter 1, where we saw Jonah running away from God. ഇന്നലെ നമ്മൾ യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി ധ്യാനിച്ചു. യോന ദൈവത്തെങ്കിൽ നിന്നും ഓടിപ്പോകുന്നതായിട്ട് മനസ്സിലാക്കും. A little recap of what we studied yesterday. ഇന്നലെ പഠിച്ചതിൻ്റെ അല്പം ഒന്നുകൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് ഈ സമയം വേർതിരിക്കാം. There was a clear command of the Lord asking Jonah to go to Nineveh and preach to that great city. യഹോവയായ ദൈവം യോനയോട് വളരെ വ്യക്തമായി നിനവേയിൽ ചെന്നിട്ട് ആ നഗരത്തിന് നേരെ പ്രസംഗിക്കുന്നതിന് പറഞ്ഞു. He was to preach against it. യഥാർത്ഥത്തിൽ നിനവേക്കാർക്ക് എതിരായിട്ട് പ്രസംഗിക്കാനാണ് യഹോവ യോനയെ അയച്ചത്. Because the wickedness of the city had reached God's ear. എന്തുകൊണ്ടെന്നാൽ നിനവേയിലെ ഏറ്റവും വലിയ അതിക്രമവും ദോഷവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി എന്നുള്ളത്. So instead of going to Nineveh, യഥാർത്ഥത്തിൽ നിനവേയിലേക്ക് പോകുന്നതിന് പകരം he went on the other side to Tarshish. യോന നേരെ തർശീസിലേക്ക് പോയതായിട്ട് നമ്മൾ കണ്ടു. And then the other thing that we saw about Jonah was his descending spiral. മറ്റൊന്ന് യോനയെക്കുറിച്ച് നമ്മൾ കണ്ടത് യോനയുടെ ആത്മീയ ജീവിതത്തിലെ താഴോട്ടുള്ള ഒരു ഊഴ്ന്നിറക്കമാണ്. And that is seen in his physical descent as well. അത് യോനയുടെ ശാരീരികമായ ചലനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. He went down from Joppa to the port. യോന യോഹഫം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും അതിന്റെ തീരത്തിലേക്ക് പോയി. From the boat to from the side of the port to the ship. അങ്ങനെ ആ തീരത്തിൽ നിന്നും കപ്പലിലേക്ക് അവൻ കയറി. And to the bottom of the ship. വീണ്ടും അവിടെ നിന്നും കപ്പലിന്റെ മടിത്തട്ടിലേക്ക് എത്തി. And he was sleeping there. അവിടെ അവൻ ഉറങ്ങി. And then he descended into the waters. പിന്നീട് അവൻ കടലിലേക്ക് പതിച്ചു. And then into the belly of the whale. അവസാനമായി ഈ തിമിംഗലത്തിന്റെ ഉദരത്തിൽ എത്തിച്ചേർന്നു. And we saw the contrast yesterday between Jonah and the sailors. നമ്മൾ ഇന്നലെ കണ്ട മറ്റൊരു കാര്യം യോനായും കൂടെ യാത്ര ചെയ്ത നാവികരും തമ്മിലുള്ള വ്യത്യാസമാണ്. You know, when the storm came up, the sailors started to pray to their own gods. കൊടുങ്കാറ്റടിച്ചപ്പോൾ നാവികരെല്ലാവരും അവരവരുടേതായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. But Jonah was fast asleep, not wanting to be disturbed. എന്നാൽ യോനായോ കപ്പലിന്റെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങി. And then the captain of the ship wakes up Jonah and he says, "Pray to your God so that we might be saved." കപ്പലിന്റെ കപ്പിത്താൻ യോനായെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, നിന്റെ യഹോവയോട് പ്രാർത്ഥിക്കുക, എന്തെന്നാൽ നമ്മൾ രക്ഷപ്പെടണം. And then they find out by casting lots who was the cause for the great storm. അവസാനമായി അവർ നറുക്കെടുപ്പിലൂടെ ഇതിന് ഉത്തരവാദിയായ ആളിനെ കണ്ടെത്തി. And the lot fell
on Jonah. നറുക്കെടുപ്പ് യോനയ്ക്ക് വീണു. And they knew that he was running away from God. യോനയ്ക്കറിയാം ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് എന്നുള്ളത്. And when they asked him who he was, അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീ ആരാണ് എന്നുള്ളത്. then he finally answers, I am a Hebrew and I worship the Lord, the God of heaven, who made the sea and the dry land. യോന അപ്പോൾ പറഞ്ഞു, ഞാനൊരു എബ്രായനാണ്, കരയും കടലിനെയും ഒക്കെ സൃഷ്ടിച്ച യഹോവയെ ആരാധിക്കുന്നവനാണ് എന്ന്. It is humorous that the God who made the sea is the one from whom Jonah is trying to run away through the sea. ഇത് ഇത്രയും ഫലദകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കടലിനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് യോന ഇപ്പോൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്. And the storm was getting rougher and rougher. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റ് ഓരോ സമയത്ത് ഭീകരമായി തീരുകയാണ്. And they asked, what should we do to make this storm calm down? ഈ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. And we saw Jonah telling them, pick me up and throw me into the water. യോന അവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ എടുത്ത് കടലിൽ എറിഞ്ഞു കളക. The sailors tried their best rowing against the tide. നാവികർ ആവുന്നത്ര കടൽ തിരമാലകൾക്ക് നേരെ തുഴയാൻ ശ്രമിച്ചു. And then we saw the switch in the sailors' prayer from their own gods to Yahweh, the God of Jonah. നമ്മൾ കാണുന്നത് ഈ നാവികർ അവരുടേതായ ദൈവത്തിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ നിന്നും യോന പറഞ്ഞ മറുപടിക്കനുസരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നുള്ളത്. And they were pleading with God, please Lord, don't hold us accountable for this man's life. അതുകൊണ്ട് തന്നെ യോനയുടെ ദൈവത്തോട് പറയുകയാണ്, യോനയുടെ നിമിത്തം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുതേ. And they threw him overboard. അവസാനമായി യോനയെ രക്ഷപ്പെടുത്തണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ യോനെ അവർ കടലിലേക്ക് എറിഞ്ഞു. And then immediately the sea grew calm. എന്നാൽ പെട്ടെന്ന് തന്നെ കടൽ ശാന്തമായി തീരുകയാണ്. And interestingly we see, at this the men greatly feared Yahweh, and they offered sacrifices to Yahweh and made vows to him. കടൽ ശാന്തമായി കഴിഞ്ഞപ്പോൾ ഈ യാത്രക്കാർ നാവികർ യഹോവയ്ക്ക് അവരുടെ നേർച്ച കാഴ്ചകൾ കഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. There's a transformation in the lives of the sailors who were not followers of Yahweh. നാവികരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അവർ യഹോവയെ ആരാധിക്കുന്നവരായിരുന്നില്ല, ഇപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുന്നു. They have recognized the true God. അവർ യഥാർത്ഥത്തിൽ സത്യദൈവത്തെ മനസ്സിലാക്കുകയാണ്. But Jonah knew the true God but wants to run away from him. യോനയ്ക്ക് യഥാർത്ഥ ദൈവത്തെ അറിയാമെങ്കിലും ആ ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാനാണ് യോന ശ്രമിച്ചത്. And many a time we are like Jonah. പലപ്പോഴും യോനയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. God calls us. ദൈവം നമ്മളെ വിളിക്കുന്നു, we run away from him. അവനിൽ നിന്ന് നമ്മൾ ഓടിയൊളിക്കുന്നു. We don't want to serve him. അവനെ ശുശ്രൂഷിപ്പാൻ നമുക്ക് താല്പര്യമില്ല. We want to do what is comfortable to us. നമ്മൾക്ക് ഏറ്റവും ആശ്വാസപ്രദമായിരിക്കുന്ന കാര്യങ്ങൾ, അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. But God is interested in all of his creation, in all the nations. ദൈവമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആകമാനം സർവ്വജനതകളെ കുറിച്ചും കരുതലുള്ളവനാണ്. And that is a challenge for us as Christians. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്കുമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയാണ്. God is interested in our country. ദൈവം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കരുതലുള്ളവനാണ്. Like Nineveh, India is a great country in God's sight. നിനവെ പോലെ നമ്മളുടെ രാജ്യവും ഒരു വലിയ രാജ്യമാണ്. And that is why God sent one of the 12 disciples to our country and to your state first. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന തോമസിനെ നമ്മുടെ രാജ്യത്തിലേക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് അയച്ചത്. God is interested in us. ദൈവം നമ്മളിൽ വളരെ താല്പര്യമുള്ളവനാണ്. In our state. നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചൊക്കെ അവൻ വളരെയേറെ താല്പര്യമുള്ളവനാണ്. But the challenge is, are we willing to share the good news with our people? എന്നാൽ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഈ സദ്വാർത്ത പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. Jonah did not want to go and confront the people of Nineveh lest they repent and turn to God. യോനായിക്ക് നിനവയിൽ പോയി ആ ജനത്തെ അഭിമുഖീകരിക്കുന്നതിനും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനും താല്പര്യമുണ്ടായിരുന്നില്ല. And so the end result for Jonah was he landed up in the belly of the whale. ആത്യന്തികമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, യോന ഇപ്പോൾ കടലിലെ മത്സ്യത്തിന്റെ ഉദരത്തിനുള്ളിലായി. And there also we see God's mercy. The Lord provided a huge fish to swallow Jonah, and Jonah was in the belly of the fish 3 days and 3 nights. അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. യോന ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിലാണ് അകപ്പെട്ടിരിക്കുന്നത്. And so yesterday we saw he was running away from God. ഇന്നലെ നമ്മൾ കണ്ടു അവൻ ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുകയാണ്. Today in chapter 2 we see Jonah running towards God. ഇന്ന്
രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തിങ്കലേക്ക് യോന ഓടി വരുന്നതിനെ കുറിച്ചാണ്. The themes that we will be looking at in this chapter is repentance, mercy and restoration. ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മാനസാന്തരം, അനുകമ്പ, പുനഃസ്ഥാപനം എന്നുള്ള ചിന്തകളാണ്. And the main idea is that even in the depths of despair, God hears and delivers those who turn to him. ഏറ്റവും വിനാശകരമായ അവസ്ഥകളിൽ പോലും ദൈവം തന്നിലേക്ക് മടങ്ങി വരുന്ന ആളിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. In chapter 1, the sailors were praying and Jonah is not praying. ഒന്നാം അധ്യായത്തിൽ നാവികർ പ്രാർത്ഥിക്കുന്നു, യോന പ്രാർത്ഥിക്കുന്നില്ല. He was fleeing away from the presence of the Lord. യഹോവയുടെ സന്നിധിയിൽ നിന്നും യോന ഓടി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. And when we flee away from the presence of the Lord, പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നും ഇപ്രകാരം ഓടി മാറുമ്പോൾ it only leads us into a downward descent into the depths of darkness. യഥാർത്ഥത്തിൽ നമ്മളും എത്തിച്ചേരുന്നത് അന്ധകാരത്തിന്റെ ആഴത്തിലുള്ള ചുഴിയിലുകളിലാണ്. So let's begin at looking at verse 1 and 2. നമുക്ക് രണ്ടാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് നോക്കാം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. So now Jonah suddenly begins to pray when he's in the belly of the whale. അങ്ങനെ വലിയ മത്സ്യത്തിന്റെ ഉദരത്തിൽ അകപ്പെട്ടു കഴിഞ്ഞപ്പോൾ യോന പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. Throughout his fleeing, he never thought about God. എന്നാൽ ഈ ഓടി ഒളിക്കലൊന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചില്ല യോന. Yahweh's command was for a fish to swallow him and then later on at the end of the chapter to vomit him out. യഥാർത്ഥത്തിൽ ദൈവം മത്സ്യത്തോട് പറഞ്ഞത് യോനയെ വിഴുങ്ങുന്നതിനും ഈ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യോനയെ കരയിൽ കൊണ്ടുവന്ന് തിമിംഗലം ഛർദ്ദിക്കുന്നതുമാണ്. The Hebrew term for swallow usually bears a negative meaning. യഥാർത്ഥത്തിൽ വിഴുങ്ങുക എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അർത്ഥമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. Here it is ironic that the fish is swallowing saves him from death which he wishes. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഒരു വിപരീതം എന്ന് പറയുന്നത് മരണത്തിൽ നിന്നും യോനായെ തിമിംഗലം രക്ഷപ്പെടുത്തുകയാണ്. Jonah was wanting to be thrown into the water so that he can once and for all flee away from the presence of God. യോന ധരിച്ചത് കടലിലേക്ക് വീണാൽ തൻ്റെ ജീവിതം ഇതോടുകൂടെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. So also the word vomit evokes negative imagery. യഥാർത്ഥത്തിൽ ഛർദ്ദിക്കുക എന്ന് പറയുന്നതും ഒരു വിപരീതമായ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത്. The fish also could not stomach Jonah. യഥാർത്ഥത്തിൽ ഈ മത്സ്യത്തിന് പോലും യോനയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. And it vomits him out at the Lord's command. ഈ മത്സ്യം പോലും യോനയെ അവസാനം ഛർദ്ദിച്ചു കളയുകയാണ്. The entire 10 verses are actually a psalm. യഥാർത്ഥത്തിൽ ഈ രണ്ടാം അധ്യായത്തിന്റെ 10 വാക്യങ്ങൾ ഒരു സങ്കീർത്തനമാണ്. Some scholars think that the psalm must have been added later on. യഥാർത്ഥത്തിൽ ചില വേദ പണ്ഡിതാക്കൾ പറയുന്നത് ഈ സങ്കീർത്തനം പിന്നീട് ചേർക്കപ്പെട്ടതാണ് എന്നുള്ളത്. Because actually if you look at the story from verse 17 of chapter 1 and you skip and begin at verse 10, it makes perfect sense without the psalm. ഒന്നാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചതിന് ശേഷം രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോഴും അതിന്റെ ഒരു തുടർച്ച കാണാൻ സാധിക്കും. So many scholars think, oh, the psalm came in later in the, when they put it together. പഴയ നിയമ പഠിതാക്കൾ അവർ അഭിപ്രായപ്പെടുന്നത് ഈ സങ്കീർത്തനം പിന്നീട് എപ്പോഴോ ചേർക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. The psalm fits with the category of thanksgiving psalms. ഈ സങ്കീർത്തനം പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു നന്ദി സൂചകമായ സങ്കീർത്തനമാണ്. In this the worshipper cries out in distress to God concerning a crisis that he is facing in his life. ഒരു വിശ്വാസി നേരിടുന്ന പ്രതിസന്ധിയിൽ ദൈവത്തോടുള്ള നിലവിളിക്കുന്ന ഒരു കാര്യമാണ് ഈ സങ്കീർത്തനം എടുത്തു പറയുന്നത്. God then hears the cry and answers. അങ്ങനെയുള്ള നിലവിളി ദൈവം കേട്ട് ഉത്തരമരുളുന്നതാണ് സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം. Once his prayer is answered, the worshipper gives thanks and then fulfills any vows that he had made along with the prayer. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുകയും പിന്നീട് പ്രാർത്ഥിക്കുന്ന വ്യക്തി നൽകുന്നതായ നേർച്ച കാഴ്ചകളും നന്ദി സൂചകങ്ങളും ഈ സങ്കീർത്തനത്തിൽ കാണാം. But it makes perfect sense that in his desperation and when he feels that he is about to die, that he calls to the Lord for his deliverance. എന്നാൽ യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ ഏറ്റവും വിനാശകരമായ അവസ്ഥയിൽ എത്തിയപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഇവിടെ ഏറ്റവും അനുയോജ്യമായി തീരുകയാണ്. And so the psalm makes perfect sense as a continuation of chapter 1, not as a something that was put in later. യഥാർത്ഥത്തിൽ ഈ സങ്കീർത്തനം അപ്രകാരം ഒന്നാം അധ്യായത്തിന്റെ കൃത്യമായ തുടർച്ചയായി തീരുകയാണ്. Jonah was about to die.
യോന മരണത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. Jonah was sleeping when the storm was lashing the ship. കൊടുങ്കാറ്റടിച്ച് കപ്പൽ തകരുന്ന സമയത്ത് യോന ഉറങ്ങുകയായിരുന്നു. He was sound asleep. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. There was no prayer at that time. അപ്പോൾ പ്രാർത്ഥനയൊന്നുമില്ലായിരുന്നു. It was the sailors who were praying at that time. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആ സമയത്ത് നാവികരായിരുന്നു പ്രാർത്ഥിച്ചത്. But now when he knows that death is facing him, Jonah cries out to the ഇപ്പോൾ Lord. യോന മനസ്സിലാക്കുന്നു തന്റെ ജീവിതം അവസാനിക്കുകയാണെന്ന ബോധ്യം വന്നപ്പോൾ യോന പ്രാർത്ഥിച്ചു തുടങ്ങി. Jonah was in the belly of the whale for 3 days and 3 nights and was fully conscious through it all. ഈ തിമിംഗലത്തിന്റെ വയറ്റിനുള്ളിൽ യോന 3 രാവും 3 പകലും ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ അറിയുന്നു. There have been some occasions when large fish have swallowed human beings, but the outcome was disastrous. പലപ്പോഴും ഇങ്ങനെ വലിയ മത്സ്യങ്ങൾ മനുഷ്യരെ വിഴുങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ അവസാനം ഇപ്രകാരമല്ല. But Jonah was alive inside the fish. എന്നാൽ യോന ഈ ഉദരത്തിൽ ജീവനോടെ ശേഷിക്കുകയാണ്. The word for fish is used thrice, and in that twice in the masculine and once in the feminine form in the Hebrew. ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് എബ്രായ ഭാഷയിൽ ഈ തിമിംഗലം എന്നുള്ള മത്സ്യം എന്നുള്ള വാക്ക് പുല്ലിംഗമായി 2 പ്രാവശ്യവും സ്ത്രീലിംഗമായി 1 പ്രാവശ്യവും ഉപയോഗിച്ചിട്ടുണ്ട്. The term inward parts, where Jonah was a feminine noun, suggests female imagery. ഒരു മത്സ്യത്തിന്റെ അകമേയുള്ള ഉദരത്തിനുള്ളിലുള്ള ഭാഗത്തെക്കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ സ്ത്രീലിംഗമായിട്ടാണ് എബ്രായ ഭാഷയിൽ So ഉപയോഗിക്കുന്നത്. scholars compare Jonah as though he was in the womb of the whale, where he was transformed into new life. അതുകൊണ്ട് തന്നെ വേദപഠിതാക്കൾ പറയുന്നു ഈ മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്ന യോനായ്ക്ക് ഒരു മാനസാന്തരത്തിന് മുഖാന്തരമായി അവിടെ ഭവിക്കുകയാണ്. So when Jonah prays from the womb of the fish, he moves from death to life. യഥാർത്ഥത്തിൽ യോന മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോന മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറുകയാണ്. We see that Jonah was seeking to run away from God, but God saved him. യഥാർത്ഥത്തിൽ യോന ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ദൈവം യോനയെ രക്ഷപ്പെടുത്തുകയാണ്. It is inside the belly of the whale that Jonah encounters Yahweh. യഥാർത്ഥത്തിൽ ഈ മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ചാണ് ദൈവത്തെ യോന കണ്ടുമുട്ടുന്നത്. We cannot run away from God. നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു വിധത്തിലും ഓടി ഒളിക്കാൻ We may പറ്റില്ല. try every trick in our sleeves to run away from God, but we cannot run away from God. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പലവിധ കൗശലം നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റില്ല. Even in the belly of the whale, God will find you. ഈ മത്സ്യത്തിന്റെ ഉദരത്തിലാണെങ്കിലും ദൈവം നമ്മളെ കണ്ടെത്തും. Yahweh pursues him to the very gates of death and beyond, showing that repentance is possible because of the presence of the Lord even in the depths. യഥാർത്ഥത്തിൽ മരണകരമായ അനുഭവത്തിന്റെ നടുവിലും യോനയെ ദൈവം തേടുകയും യോനയെ അവിടെ നിന്ന് വിടുവിക്കുമെന്ന് ദൈവം സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. In the absence of God, repentance is illusory. യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വിഭ്രമം പോലെ തോന്നാം. Without repentance and forgiveness, there is no new creation. യഥാർത്ഥത്തിൽ മാനസാന്തരവും ക്ഷമാവർച്ചിലും ഇല്ലാതെ ഒരു പുതുക്കം ഉണ്ടാവുകയില്ല. It is from the belly of Sheol, in the depths of the sea, that Jonah speaks to the Lord. യഥാർത്ഥത്തിൽ പാതാളത്തിന്റെ ഉദരത്തിൽ നിന്നുകൊണ്ടാണ് യോന യഹോവയോട് നിലവിളിക്കുന്നത്. At his weakest point, he now discovers that God's presence embraces even death itself. യഥാർത്ഥത്തിൽ അത്രമാത്രം ബലഹീന അവസ്ഥയുടെ അനുഭവങ്ങളിൽ യോന മനസ്സിലാക്കുന്നു ദൈവം യോനയെ രക്ഷപ്പെടുത്തുന്നു. He cannot divest himself of Yahweh, the great I am. യഥാർത്ഥത്തിൽ ഞാൻ ആകുന്നു എന്ന് പറയുന്ന യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവന് ഒരു വിധത്തിലും ഓടി മറയാൻ പറ്റില്ല. And Yahweh is telling him, I am with you. അതുകൊണ്ട് തന്നെ യഹോവ പറയുന്നു ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. Maybe some of you are going through terrible times in your lives. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വളരെയേറെ വിഷാദകരമായ സങ്കടകരമായ സാഹചര്യത്തിലൂടെ പോകുന്നവരായിരിക്കും. You're wondering, where is God? ചിലപ്പോൾ നമ്മൾ ചോദിക്കും കർത്താവേ നീ എവിടെയാണ്? The great I am is saying, I am with you. യഹോവ പറയുന്നു ഞാൻ തന്നെ നിന്നോട് കൂടെയുണ്ട്. Even in the depths of distress where nobody else knows what you're going through, Yahweh says, I am with you. വിഷാദകരമായ ചുഴികളിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ആർക്കും നമ്മളെ അറിയത്തില്ലെങ്കിലും ദൈവത്തിന് നമ്മളെ അറിയാൻ സാധിക്കും. And so we can take encouragement that God knows us. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു, അറിയുന്നു എന്നുള്ളതാണ്. He watches over us. അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. Like I said yesterday, He's the hound of heaven. He comes after us.
യഥാർത്ഥത്തിൽ ദൈവം ഒരു വേട്ടനായെ പോലെ നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ്. He wants us back to himself because he deeply loves us. നമ്മൾ മടങ്ങി വരണമെന്ന് ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ നമ്മെ തേടി വരുന്നു. Jonah being in the belly of the whale for 3 days and 3 nights soon became linked in Jewish thought with the hope of the resurrection. യഥാർത്ഥത്തിൽ 3 രാവും 3 പകലും യോന ഈ മത്സ്യത്തിനുള്ളിലായിരിക്കുന്നത് യഹൂദ ക്രമപ്രകാരം ഒരു നോമ്പും ഉദ്ധാനത്തെക്കുറിച്ചുമൊക്കെ ഉള്ള സൂചനകളാണ്. Jesus himself uses it as a sign for the people who demand that a sign should be given to believe in him as the Messiah. യഥാർത്ഥത്തിൽ യേശു കർത്താവിനോട് താൻ മെസ്സിഹ ആണെന്നുള്ള ചോദ്യം ഉയർത്തിയപ്പോൾ യോനായുടെ ഈ അടയാളം യേശു പറയുന്നുണ്ട്. Let us look at Matthew chapter 12 verses 39 to 41. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കാം. We will just hear it read. (39 to 41). അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. Jesus uses the example of Jonah. യേശു യോനായുടെ ഒരു ഉദാഹരണം ഉപയോഗിക്കുകയാണ്. The people had seen Jesus doing so many miraculous signs. യേശു ധാരാളം അത്ഭുതങ്ങൾ ചെയ്യുന്നത് ജനം കാണുകയാണ്. And still they were saying, give us a sign that we may believe that you are indeed the Messiah. എന്നിട്ടും യേശുവിനോട് അവർ ചോദിക്കുന്നത്, നീ ഒരു അടയാളം കാണിക്കുക, ഞങ്ങൾ നീ മെസ്സിയാണെന്ന് വിശ്വസിക്കട്ടെ. And therefore Jesus says, you are a wicked and adulterous generation that keeps on asking for signs. അതുകൊണ്ട് വീണ്ടും വീണ്ടും അടയാളം ചോദിക്കുന്നവരോട് യേശു പറയുന്നു, നിങ്ങൾ വ്യഭിചാരമുള്ള ദുഃഖമുള്ള ഒരു തലമുറയാണ് എന്നുള്ളത്. No sign will be given to you except the sign of Jonah. ദോഷവും വ്യഭിചാരമുള്ള ഈ തലമുറയോട് യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് യേശു പറയുന്നു. And as Jonah was in the belly of the whale for 3 days and 3 nights, so the Son of Man will be 3 days and 3 nights in the heart of the earth, in the belly of the earth. യോന എപ്രകാരം 3 രാവും 3 പകലും മത്സ്യത്തിന് ഉദരത്തിൽ ആയിരുന്നുവോ അപ്രകാരം മനുഷ്യപുത്രനും ഭൂമിയുടെ ഉദരത്തിൽ 3 രാവും 3 പകലും ആകും എന്ന് പറഞ്ഞു. Jesus is referring to his death and resurrection as the ultimate sign that he is the Messiah. യേശു മെസ്സിയ ആണെന്നുള്ളതിന്റെ തെളിവ് അവന്റെ മരണവും അവന്റെ ഉദ്ധാനവുമാണെന്ന് യേശു പങ്കുവെക്കുകയാണ്. And that is the greatest sign for all of us. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കുമുള്ള വലിയ അടയാളം. The death of Jesus and the resurrection of Jesus is the pivotal thing for us, for our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ്. If there is no resurrection, there is no faith. It's waste that we all sit here in this Maraman convention. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എന്നുള്ള ചരിത്ര സത്യമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിരർത്ഥകമാണ്. നമ്മളെല്ലാവരും ഈ കൺവെൻഷനിൽ വെറുതെ വന്നിരിക്കുകയാണ്. And if Christ did not die, then we are still in our sins. കർത്താവ് മരിച്ചിട്ടില്ല എങ്കിൽ പാപം ഇപ്പോഴും നമ്മളിൽ തന്നെ ഉണ്ട്. And therefore his death and resurrection are the critical signs that he is the Messiah who came to save us. ഏറ്റവും നിർണായകമായ അടയാളം യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് തന്നെയാണ്. And Jesus says that the men of Nineveh will condemn you because they repented when they heard the preaching of Jonah. എന്നിട്ട് യേശു അവരോടായിട്ട് പറയുകയാണ്, നിനവേക്കാർ അവിടെ എഴുന്നേറ്റ് നിൽക്കും, കാരണം അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു, നിങ്ങൾക്കെതിരെ നിനവേക്കാർ നിൽക്കും എന്ന്. And someone greater than Jonah is here and they were not willing to listen to him. ഇപ്പോൾ നിനവേയിൽ കണ്ട യോനയേക്കാൾ വലിയവൻ നിങ്ങളോടുകൂടെ ഉണ്ട്, എന്നിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. The wonder of the sign is that a place that ought to have been a place of death became a place of deliverance and life. ഈ അടയാളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മരണത്തിന്റെ അവസ്ഥ ആയിരിക്കേണ്ട ഇടത്ത് അത് ജീവന്റെ അവസ്ഥയായിട്ട് പരിണമിക്കുകയാണ്. No one expects a man to survive inside a fish. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മത്സ്യത്തിന്റെ ഉദരത്തിൽ ഉരുപ്പെട്ടാൽ ഒരിക്കൽ പോലും രക്ഷപ്പെടുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. The reference to God's presence and life amidst death is taken up by Paul. യഥാർത്ഥത്തിൽ ഈ കാര്യം തന്നെ വീണ്ടും പൗലോസ് തന്റെ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. He who descended is the very one who ascended higher than all the heavens in order to fill the whole universe, in Ephesians 4:10.
എഫേസ്യ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൻ നമ്മളുടെ ഇടയിലേക്ക് വന്ന് മരിച്ചു, അവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് പൗലോസും ഇതിന് തുല്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. And this central Christian theme is something that we recite in the Apostles' Creed. യഥാർത്ഥത്തിൽ അപ്പോസ്തോലിക വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ നമ്മൾ ഇത് തന്നെ ഏറ്റു പറയാറുണ്ട്. He was crucified, dead and buried. അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു He എന്നുള്ളത്. descended into Hades. അവൻ പാതാളത്തോളം താഴ്ന്നു. On the third day he rose again from the dead. എന്നാൽ മൂന്നാമത്തെ ദിവസം അവൻ അവിടെ നിന്നും And ഉയർത്തെഴുന്നേറ്റു. he ascended into heaven. അവൻ സ്വർഗ്ഗോന്നതങ്ങളിലേക്ക് And പ്രവേശിച്ചു. he sitteth on the right hand of God the Father Almighty. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ അപ്രകാരം ഇരിക്കുന്നു എന്നുള്ളത്. From thence he shall come to judge the living and the dead. അവൻ വീണ്ടും നമ്മളെ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാനായിട്ട് വരുന്നു എന്നുള്ളത്. That is part of our Apostles' Creed. അതാണ് അപ്പോസ്തോലിക വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം. And so we see that Jesus refers to Jonah as a sign that will be given for all of us. യേശു തന്റെ ജനത്തിന് യോന എന്ന് പറയുന്ന അടയാളത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. So what do we learn from this first section? ഈ ഒന്നാം ഭാഗത്ത് നമ്മൾ എന്താണ് പഠിക്കാൻ ശ്രമിച്ചത്? You cannot run beyond God's reach. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് നമുക്ക് ഓടിയൊളിക്കാൻ കഴിയുകയില്ല. Jonah says, from the depths of the grave I called for help. ശവക്കുഴിയിൽ നിന്നും ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് യോന പറയുകയാണ്. Jonah discovers that even at the lowest point God is still present. യഥാർത്ഥത്തിൽ ഏറ്റവും ആഴത്തിൽ ആരും കാണാതെ ഇരിക്കുമ്പോൾ പോലും ദൈവം എഴുന്നള്ളി ഇറങ്ങി വരികയാണ്. Maybe some of you are sitting here saying that you've gone very far away from God. ചിലരെങ്കിലും ഇപ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ടായിരിക്കും, ഞാൻ ദൈവത്തിൽ നിന്ന് എത്രയും ദൂരമാകുന്നു, അത്രയും ദൂരം പോയി കഴിഞ്ഞു. Emotionally, spiritually, morally, you feel you've run away from God. ആത്മീയമായും വൈകാരികമായും എല്ലാവിധത്തിലും ഞാൻ ദൈവത്തിൽ നിന്നും എത്രയും ദൂരമായിരിക്കുന്നു എന്ന് നിങ്ങൾ ചിലർ God's പറയുന്നുണ്ടായിരിക്കാം. word for you this morning, it's never too late to call out to him. എന്നാൽ ഒരു വാക്ക് ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, എത്ര ദൂരത്ത് പോയിരുന്നാലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും എന്നുള്ളതാണ്. The other thing that we learn from this section is that crisis can become the beginning of renewal. യഥാർത്ഥത്തിൽ രണ്ടാമത് ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു വസ്തുത, ജീവിത പ്രതിസന്ധി ഒരു പുതിയ തുടക്കത്തിന് കാരണമാകും എന്നുള്ളതാണ്. Jonah's prayer begins in darkness, not after deliverance. യഥാർത്ഥത്തിൽ വിടുതലിന് ശേഷമല്ല യോന പ്രാർത്ഥിക്കുന്നത്, താൻ ആയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനാശകരമായ അവസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. God uses the darkness to awaken Jonah spiritually. ഈ അന്ധകാരം തന്നെ യോനയെ ഉണർത്താനായി ദൈവം ഉപയോഗിക്കുകയാണ്. Instead of wasting suffering, യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ let it take you back to prayer, surrender and renewed obedience. യോനയെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് പുതുക്കപ്പെട്ട അനുസരണത്തിലേക്ക് നയിക്കുകയാണ്. So the place that feels like the end may be where God begins his work in us. അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്താണ് ദൈവം പുതുതായി തുടങ്ങുന്നത്. Let me repeat that again. The place that feels like the end may be where God begins his work in us. അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് തന്നെയാണ് ദൈവം വീണ്ടും തുടങ്ങുന്നത്. Let's move on to the second section, verses 3 to 6a. രണ്ടാം ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാം. നീ എന്നെ സമുദ്രമധ്യത്തിൽ ആഴത്തിലിട്ടു. മൂന്നാം വാക്യം. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്നും എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. Till 6. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എൻ്റെ തലപ്പാവയായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി അതിൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റിയിരിക്കുന്നു. So now we see the depths of despair. നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും വിനാശകരമായ അനുഭവം. In verse 3 we see the recognition of God's presence. മൂന്നാം വാക്യത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ നിശ്ചയം നമ്മൾ കാണുന്നു. Jonah is overwhelmed with God's sovereign hand. യോന വളരെയേറെ സന്തോഷഭരിതനാവുകയാണ്, പ്രത്യേകിച്ച് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ കരം തന്റെ കൂടെയുണ്ട്. He realizes that the storm and the fish are not accidental and that he's dealing with God himself. ഈ കടലും ഈ മത്സ്യവും ഒക്കെ ഒരിക്കൽ പോലും ആകസ്മികമല്ല, മറിച്ച് ദൈവം അതിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് യോന മനസ്സിലാക്കി തുടങ്ങി. He talks about God doing all the action. ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് യോന തിരിച്ചറിയുന്നു. He says God had hurled him.
ദൈവം യോനയെ പിടിച്ചിരിക്കുന്നു എന്നും യോന മനസ്സിലാക്കി. Your waves and breakers have swept over me. യഥാർത്ഥത്തിൽ ഈ തിരമാലകൾ എനിക്ക് നേരെ വന്നപ്പോഴും നീ എന്നെ പിടിച്ചു. On one side, he's blaming Yahweh for casting him into the deep and having the waters and the waves pass over him. യഥാർത്ഥത്തിൽ ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നതിൽ ദൈവത്തെ ശപിക്കുന്ന യോനയാണ് നമ്മൾ കണ്ടതെങ്കിൽ, But on the other side, he gives thanks to God. എന്നാൽ ഇപ്പോൾ നന്ദി പറയുന്ന യോനയും കൂടെ നമ്മൾ കാണുകയാണ്. Jonah has been rescued from the depths of the seas where the currents swirled around him. ഈ കടലിന്റെ ആഴത്തിൽ നിന്നും യോനയെ ദൈവം ഗൗരവമായി വിടുവിക്കുകയാണ്. He was to face the bottom of the sea in a watery grave. യഥാർത്ഥത്തിൽ ഒരു മരണകരമായ അവസ്ഥയിൽ നിന്നും ശവക്കുഴി പോലുള്ള അവസ്ഥയിൽ നിന്നും യോനയെ ദൈവം He was വിടുവിക്കുകയാണ്. about to die, but he was swallowed by a fish and is alive and conscious. മരിച്ചു പോകുമെന്ന് യോന വിചാരിച്ച സന്ദർഭത്തിലാണ് ഈ വലിയ മത്സ്യം യോനയെ മെഴുകുന്നത്. Yahweh has not fully rescued him and brought him to the land as yet. He is still in the belly of the fish. മുഴുവനായി ദൈവം യോനയെ രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചിട്ടില്ല. ഇപ്പോഴും യോന മത്സ്യത്തിനുള്ളിൽ തന്നെയാണ്. But there is a recognition in Jonah of God's presence with him. എന്നാൽ യോനയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള ഒരു നിശ്ചയം ഉണ്ടാവുകയാണ്. He had tried to flee away from the presence of God. ദൈവത്തിൽ നിന്നും ദൂരെ മാറി ഓടിപ്പോകാൻ യോന ശ്രമിച്ചു. But he just found out the presence of the Lord is with him even in the belly of the fish. ഈ മത്സ്യത്തിന്റെ ഉദരത്തിനുള്ളിൽ തന്നെ ദൈവ സാന്നിധ്യം വീണ്ടും അനുഭവിക്കുന്ന യോനയെ നമ്മൾ കാണുന്നു. So again I want to reassure you that whatever situation that you are going, if you feel you are in the belly of the whale about to die, God is there with you. നിങ്ങളോട് എനിക്ക് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇപ്രകാരം യോനായിരിക്കുന്ന അവസ്ഥ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും ദൈവം അവിടെ നിന്നൊക്കെ നമ്മളെ വിടുവിക്കും എന്നുള്ളത്. But then in verse 4 we see there's a return and a seeking of God. 4-ാം വാക്യത്തിൽ യോന മടങ്ങുന്നതും യോന വീണ്ടും ദൈവത്തെ അന്വേഷിക്കുന്നതും നമ്മൾ കാണുന്നു. He says, I said, I've been banished from your sight, yet I will look again towards your holy temple. യഹോവയുടെ സന്നിധിയിൽ നിന്നും ഞാൻ എന്നേക്കുമായി തള്ളപ്പെട്ടവനായിരുന്നാലും ഞാൻ വീണ്ടും നിന്നെ നോക്കും എന്ന് യോന പറയുന്നു. Jonah believes that he has been banished from the presence of the Lord, while all the while he was the one who was fleeing from the presence of the Lord. യഹോവയുടെ സന്നിധിയിൽ നിന്നും ഞാൻ തള്ളപ്പെട്ടവനാണെന്ന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ ഞാനാണ് ദൈവത്തിൽ നിന്ന് ഓടിയൊളിച്ചതെന്ന് യോന മനസ്സിലാക്കി. Yet this verse does not end in hopelessness. എന്നാൽ ഈ വേദവാക്യങ്ങൾ ഒരിക്കൽ പോലും ഒരു നിരാശയിൽ അവസാനിക്കുന്നില്ല. Even while surrounded by darkness and the consequences of his own disobedience, യഥാർത്ഥത്തിൽ ഈ വേദഭാഗം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, യോന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുസരണക്കേടും അതിന്റെ പശ്ചാത്താപം ഉണ്ടായാൽ പോലും Jonah chooses faith over fear. യോന ഭയത്തിന്റെ മുകളിലുള്ള വിശ്വാസത്തെ മുറുകെ He പിടിക്കുക. declares, yet I will look again toward your holy temple. യോന വീണ്ടും പറയുകയാണ്, ഞാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കും എന്നുള്ളത്. He expresses renewed trust in God's mercy and presence. ദൈവത്തിന്റെ കരുണയിലും സാന്നിധ്യത്തിൽ ഒരു പുതുക്കപ്പെട്ട അവസ്ഥ യോന കണ്ടെത്തി. Jonah teaches us that true repentance is not merely feeling regret, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു പശ്ചാത്താപം മാത്രമല്ല, but intentionally turning our eyes back to God. മനഃപൂർവ്വമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. Repentance does not begin with self-pity, മാനസാന്തരം ഒരു സഹതാപത്തിൽ ആരംഭിക്കുന്നതല്ല, but with reorientation. എന്നാൽ നമ്മളെ തന്നെ പുനർക്രമീകരിക്കുന്ന ഒന്നാണ്. When our hearts turn back to God in prayer and worship and trust, ആരാധനയിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുമ്പോൾ we discover that God's mercy reaches deeper than our failure. നമ്മളുടെ പരാജയങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കരുണ നമ്മളെ സന്ദർശിക്കുന്നു എന്ന് മനസ്സിലാക്കാം. No situation is too dark or too deep for a fresh turning back to God. ഒരു നല്ല തുടക്കം, പുതിയതായി കർത്താവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ഏത് ആഴവും ഏത് പരാജയവും അതിന് അടിസ്ഥാനമല്ല. No matter how far we think we have fallen, എത്ര ദൂരം നമ്മൾ പോയി എന്ന് വിചാരിച്ചാലും, the moment we choose to look again to God, നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുന്ന നിമിഷത്തിൽ hope is reborn and restoration begins. നമ്മളുടെ ഉള്ളിൽ പ്രത്യാശ പുനർജനിക്കുകയും നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. And so again I want to repeat, repentance begins not with self-pity but with reorientation. എനിക്കൊരിക്കൽ കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, മാനസാന്തരം സഹതാപത്തിലല്ല തുടങ്ങുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പുനഃക്രമീകരണത്തിലാണ്. Our hearts need to turn back to God in prayer and worship and trust and hope.
നമ്മൾ പ്രത്യാശയോടുകൂടെ പ്രാർത്ഥനയിൽ ആരാധനയിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ and we will discover God's mercy is greater than all our failures. നമ്മൾ കണ്ടെത്തുന്ന ഒരു വസ്തുത ദൈവത്തിന്റെ കരുണ നമ്മുടെ എല്ലാ പരാജയങ്ങൾക്കാളും വലിയതാണ് In എന്നുള്ളത്. verses 5 and 6 we now see rescued by God's power. 5-6 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയാലുള്ള രക്ഷപ്പെടലിനെ കുറിച്ച് നമ്മൾ കാണുന്നു. Jonah goes on to describe the depths that he had fallen to. ഈ താൻ വീണ് ഇരിക്കുന്നതായ ആഴമുള്ള അവസ്ഥകളെ കുറിച്ച് യോന വർണ്ണിച്ചു തുടങ്ങുകയാണ്. The waters engulfed him as he was heading to the bottom of the sea. യഥാർത്ഥത്തിൽ ഈ കടലിന്റെ ആഴിയിലേക്ക് പോയപ്പോൾ വെള്ളം അവനെ മൂടി എന്ന് യോന പറയുകയാണ്. The Pampa river is probably 15 feet deep. പമ്പ നദി 15 അടി താഴ്ചയുള്ളതായിരിക്കാം. But the sea would be miles in depth. എന്നാൽ ഈ കടൽ എന്ന് പറയുന്നത് മൈലുകൾ ആഴമുള്ളതാണ്. So he was heading to the bottom of the sea, the lowest part of the sea. കടലിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് യോന താഴ്ന്നു പോവുകയാണ്. And according to Hebrew thought, എബ്രായ ദർശനമനുസരിച്ച് the roots of the mountains are at the bottom of the sea. യഥാർത്ഥത്തിൽ പർവ്വതത്തിന്റെ അടിവേരുകൾ കടലിലാണെന്ന് എബ്രായ ദർശനം പറയുന്നു. Jonah's reference to bars, though likely figurative, reflects the ancient West Asian belief that understood that the underworld realm was a fortified city. പശ്ചിമേഷ്യൻ ചിന്തകൾ അനുസരിച്ച് യോന പറയുന്ന ആഴി എന്നത് കടലിന്റെ ഏറ്റവും പാതാളത്തിന്റെ ഏറ്റവും താണ അവസ്ഥയെക്കുറിച്ചാണ്. They believed there was a city at the bottom of the sea. ആ പാതാളത്തിൽ ഒരു നഗരമുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു. It was fortified with walls and gates. അത് പണിയപ്പെട്ടിരിക്കുന്നത് കവാടങ്ങൾ കൊണ്ടും മതിലുകൾ കൊണ്ടുമാണ്. And this is found across cultures around this time. യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ വിവിധ സംസ്കാരത്തിന്റെ പഠനങ്ങളിലും ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. In Ugaritic literature, യൂഗററ്റിക് എന്ന സാഹിത്യ കൃതികളിൽ it talks about the realm of Moth, the god of the underworld. മോട്ട് എന്ന് പറയുന്ന ദേവന്റെ ഒരു കുഴിയായിട്ട് ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. While the Old Testament speaks of the underworld as a city with gates. പഴയ നിയമം പറയുന്നത് ഈ പാതാളത്തെക്കുറിച്ച് കവാടമുള്ള നഗരം എന്നുള്ള അർത്ഥത്തിലാണ്. We see that in Job 38:17 and Isaiah 38:10. യോബിന്റെ പുസ്തകം 38 അധ്യായം 17 വാക്യത്തിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 10 വാക്യത്തിലും ഇതേ ആശയം നമ്മൾ വായിക്കുകയാണ്. We have some Babylonian evidence from a 12th century BC boundary marker. 12 നൂറ്റാണ്ടിലെ ബാബിലോണിയൻ തെളിവുകളിലും ഇതിന് സൂചനകളുണ്ട്. It talks about the realm of the dead as a gated city guarded by serpent-like figures. പാതാളപരമായ ഈ നഗരം എന്ന് പറയുന്നത് സർപ്പതുല്യമായ ആള് കാവൽ നിൽക്കുന്ന കവാടമായിട്ട് ബാബിലോണിയൻ രചനകളിലുമുണ്ട്. Within this worldview, the grave was seen as the entrance into the realm of the ഈ dead. വിധത്തിലുള്ള ലോകവീക്ഷണം പരിശോധിച്ച് നോക്കിയാൽ പാതാളം എന്ന് പറയുന്നത് ഒരു ശവക്കുഴിക്ക് തുല്യമായ കവാടമുള്ള സ്ഥലമാണ്. Against this background, Jonah understands the descent through the chaotic waters as having brought him to the very gates of the realm of the dead. യഥാർത്ഥത്തിൽ ഈ വിധത്തിൽ ഏറ്റവും താഴ്ന്ന പാതാളത്തിന്റെ കവാടത്തിലാണ് താൻ എത്തിപ്പെട്ടതെന്ന് യോന തിരിച്ചറിയുകയാണ്. On the brink of death itself. മരണത്തിന്റെ മുൻപിൽ യോന എത്തിയിരിക്കുകയാണ്. However, when Jonah is at the lowest point in his life, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും താണ അവസ്ഥയിൽ യോന എത്തിയപ്പോൾ we saw down to Joppa, down to the ship, down in the ship, down in the lowest part of the sea. യോന നിനവയിൽ നിന്ന് ഓടി ഈ യോഫാമിലേക്ക്, പിന്നീട് കപ്പലിന്റെ അടിത്തട്ടിലേക്ക്, കടലിന്റെ അടിത്തട്ടിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോവുകയാണ്. In the lowest point, the Lord brings him up from the pit. ഏറ്റവും താണ അവസ്ഥയിൽ നിന്നും, മരണകരമായ അവസ്ഥയിൽ നിന്നുമാണ് ദൈവം യോനെ പിടിച്ചുയർത്തുന്നത്. Pit is the reference to Sheol, the realm of the dead. ഈ പാതാളം എന്ന് പറയുന്നത് മരണത്തിന്റെ അവസ്ഥയാണ്. He clearly recognized that it is God who has rescued him from death by sending a big fish to swallow him. യോന തിരിച്ചറിയുന്ന ഒരു വലിയ മത്സ്യത്തെ അയച്ച് ദൈവമാണ് ഈ പാതാളത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത്. So what do we learn from this? നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? First of all, recognize God's presence even in a crisis. നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിരന്തരം നമ്മളൊന്ന് മനസ്സിലാക്കുക. Jonah learns that his suffering is not accidental but under God's sovereign hand. തന്റെ കഷ്ടത ആകസ്മികമല്ല, ദൈവത്തിന്റെ കരങ്ങളിലൂടെയുള്ള പ്രവർത്തനമാണ് എന്ന് യോന മനസ്സിലാക്കി. The storm, the sea and even fish are instruments through which God makes his presence known. ഈ കടലും ഈ മത്സ്യവും ഒക്കെയുള്ള അനുഭവങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതികളാണ്. When life overwhelms us, we are often tempted to see only chaos or punishment. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ
ചിന്തിക്കുന്നത്. But Jonah teaches us to discern God at work even in discipline. യോന നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട് നമ്മളെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. We are called to stop running from God in difficult season. ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ഓടി ഒളിക്കുന്നതിന് വേണ്ടിയല്ല, And instead we are to acknowledge that He is present, active and purposeful. ദൈവ സാന്നിധ്യം നമ്മളോട് എപ്പോഴും ഉണ്ടെന്നും അതിന് ഉദ്ദേശമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയണം. Even in places we never expected to meet Him. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ദൈവം നമ്മളെ കണ്ടുമുട്ടുകയാണ്. A third thing that we learn is that we are called to return to God with intentional faith. മൂന്നാമതായി നമ്മൾ പഠിക്കുന്നത് വളരെ മനസ്താപത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിഞ്ഞു വരണം എന്നുള്ളതാണ്. Though Jonah feels banished from God's presence, he makes a decisive choice. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു അനുഭവം യോനായ്ക്കുണ്ടായെങ്കിലും യോന മനഃപൂർവ്വമായി തിരികെ വരാൻ തീരുമാനിക്കുകയാണ്. He says, "Yet I will look again toward your holy temple." ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ യഹോവയുടെ മന്ദിരത്തിലേക്ക് നോക്കുമെന്ന് യോന പറയുകയാണ്. True repentance is not regret over consequences, but a deliberate turning back to God. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ആത്യന്തികമായി വരുന്ന പരിണിത ഫലങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപമല്ല എന്നുള്ളതും യോന In പഠിപ്പിക്കുകയാണ്. moments of darkness, failure or spiritual distance, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ളതിനേക്കാൾ the call is to reorient our hearts towards God through prayer, worship and trust. നമുക്കുള്ള ദൈവവിളി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പുനർക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. The moment we choose to look again to God, നമ്മൾ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുമ്പോൾ hope is renewed പ്രത്യാശ നമ്മളിൽ പുനർജനിക്കും. and the journey towards restoration is fulfilled. നമ്മുടെ പുനഃസ്ഥാപനത്തിലേക്കുള്ള യാത്ര ശുഭകരമാവുകയാണ്. And the last challenge in this section is that trust God's power to rescue from the lowest depths. ഈ അവസാന ഭാഗത്ത് ഈ അധ്യായം പറയുന്നത് ദൈവം രക്ഷപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിക്കുക എന്നതാണ്. Jonah believed that he was in the very gates of death, the depths of the sea, the realm of Sheol. യഥാർത്ഥത്തിൽ പാതാളത്തിന്റെ വായിൽ അല്ലെങ്കിൽ അതിന്റെ കവാടത്തിൽ എത്തിയിരിക്കുന്ന യോന മരണത്തിന് മുമ്പിലാണെന്നും യോന Yet it നിശ്ചയിക്കുകയാണ്. is precisely there that God brings Jonah out of the pit. അവിടെ തന്നെയാണ് യോനയെ ദൈവം ആ കുഴിയിൽ നിന്നും കയറ്റുന്നത്. No fall is too deep. യഥാർത്ഥത്തിൽ ഈ ആഴമുള്ള കുഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. No bondage is too strong. ഈ അടിമത്വം എന്ന് പറയുന്നത് എത്ര ശക്തമാണെങ്കിലും Because the Lord brings life out of death and hope out of despair. മരണത്തിൽ നിന്നും ജീവനിലേക്കും വിഷാദത്തിൽ നിന്നും പ്രത്യാശയിലേക്കും ദൈവം ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കൊണ്ടുവരും. Let's move on to the third section, verses 7 to 9. 7 മുതൽ 9 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. Deliverance comes to Jonah. വിടുതൽ യോനയ്ക്ക് വരികയാണ്. And he says, salvation comes from the Lord. യോന പറയുന്നു, രക്ഷ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു. When Jonah knew that he was about to die, he remembered Yahweh and his prayer came to the holy temple. മരണിക്കാൻ പോകുന്നു എന്ന് യോന മനസ്സിലാക്കിയപ്പോൾ വീണ്ടും യോന ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ പ്രാർത്ഥന തുടങ്ങുകയാണ്. In the previous verse he calls Yahweh as my God. മുമ്പിലത്തെ വാക്യത്തിൽ യോന പറയുന്നത് എൻ്റെ ദൈവം എന്നുള്ളതാണ്. Though it was from him that he was running away. ഈ ദൈവത്തിൽ നിന്നാണ് ഞാൻ ഓടിയൊളിച്ചതെന്ന് യോന It is പറയുന്നു. because of his distress he calls out in prayer. അപ്രകാരമുള്ള വല്ലാത്ത വിഷാദത്തിൽ നിന്നാണ് യോന പ്രാർത്ഥിക്കുന്നത്. Many of us call God only when we are in severe distress. നമ്മൾ പലപ്പോഴും ദൈവത്തെ തേടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അത്ര ഭയാനകമായ അവസ്ഥയിലാണ്. We treat God as a first aid box. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രഥമ ശുശ്രൂഷ കിട്ടുന്ന ഒരു പെട്ടി പോലാണ് ദൈവത്തെ Now I am കാണുന്നത്. hurt, I need to find the first aid box. അയ്യോ, ഇപ്പോൾ എനിക്ക് മുറിവേറ്റു, ഇനി ഞാൻ പെട്ടെന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാം. We don't have a relationship with God on a daily basis. നിരന്തരമായും നിത്യവും നമുക്ക് ദൈവത്തോട് ഒരു ബന്ധം ഉണ്ടാകുന്നു ഇല്ല. Jonah teaches us to have this intimate relationship with God. യോന നമ്മളെ പഠിപ്പിക്കുന്നത് ആഴത്തിലുള്ള ആത്മാർത്ഥതയുള്ള ഒരു ബന്ധം ദൈവത്തോടു കൂടെ ഉണ്ടാകുന്നതിനെയാണ്. God, in spite of us using him as a first aid box, he still answers. ദൈവത്തെ ഒരു പ്രഥമ ശുശ്രൂഷ നൽകുന്ന പെട്ടി പോലെ യോന കാണുന്നു എങ്കിൽ പോലും യോനയെ ദൈവം ഉപയോഗിക്കുകയാണ്. But when he rescues us, we are called to praise him.
നമ്മളെ വീണ്ടെടുത്തു കഴിയുമ്പോൾ നമ്മൾ അവനെ പ്രകീർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. God, because of his loving kindness and his grace, engages with us. ദൈവം തന്റെ സ്നേഹാതിരിക്കത്താൽ നമ്മളെ വീണ്ടെടുക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നു. He delivers out of the mess that we ourselves have inflicted upon ourselves. നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന കുഴാമറച്ചിൽ നിന്നും ദൈവം നമ്മളെ വീണ്ടെടുത്ത് അവന്റെ വഴിയിലേക്ക് എത്തിക്കുകയാണ്. Jonah now begins to contrast his piety with those who cling to worthless idols and turn away from God's love for them. യോന തന്റെ ഭക്തിയെ അപ്രകാരം അല്ലാത്ത ആളുകളുമായിട്ട് തുലനം ചെയ്ത് പറഞ്ഞു തുടങ്ങുകയാണ്. Whether it is his own repentance indirectly or not is not clear. അദ്ദേഹത്തിന്റെ മാനസാന്തരം, യോനയുടെ മാനസാന്തരം എത്ര ക്ലിയർ അല്ല, വ്യക്തത അല്ല എങ്കിൽ പോലും അദ്ദേഹം ആ തുലനം ചെയ്യുകയാണ്. He could probably refer to the sailors before this or the Ninevites who come after this. യോനായിക്ക് തന്നോടൊപ്പം യാത്ര ചെയ്ത നാവികരെ കുറിച്ചോ നിനവയെ കുറിച്ചോ ഉള്ള ആളുകളുമായിട്ട് ബന്ധിപ്പിച്ചാണ്. Both of them are non-covenant people whom Jonah considers as outsiders. യഥാർത്ഥത്തിൽ യോന ഇങ്ങനെയുള്ള ആളുകളെ ഉടമ്പടിക്ക് പുറത്തു നിൽക്കുന്ന ജനതകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. Appearing between the genuine worship of the sailors and that of the Ninevites is the counterfeit piety of Jonah. യോന മനസ്സിലാക്കുന്ന തന്റെ ഭക്തി എന്ന് പറയുന്നത് നിനവേക്കാരുടെ മാനസാന്തരം ഇല്ലായ്മയും നാവികരുടെ ഈ വിധത്തിലുള്ള രൂപാന്തരത്തെയും തുലനം ചെയ്തുകൊണ്ട്. Jonah is actually the worshipper of idols. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നു യോനയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്. Because he's running away from the true God. സത്യദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അവിടെയാണ് വിഗ്രഹ ആരാധന ആരംഭിക്കുന്നത്. The sailors moved from worshiping their gods to knowing Yahweh. നാവികർ അവരുടെ വിഗ്രഹാരാധനയിൽ നിന്നും യഹോവയെ ആരാധിക്കുന്നതിലേക്ക് The Ninevites who were challenged also repented and came to Yahweh. പിന്നീട് നിനവേക്കാർ വെല്ലുവിളിക്കപ്പെടുകയും അവരും മാനസാന്തരപ്പെട്ട് യഹോവയിലേക്ക് തിരികെയും ചെയ്തു. എന്നാൽ യോന അപ്രകാരമല്ല. Jonah's counterfeit piety is exposed here. യോനായുടെ മറുതലിപ്പിന്റെ ഒരു ഭക്തി എന്ന് പറയുന്നത് ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. Jonah has been the one who has been disobedient to God and yet he gloats in his piety. യോന ദൈവത്തിനോട് അനുസരണക്കേട് കാണിച്ചിട്ടും തന്റെ മതഭക്തിയിൽ അവൻ ഇങ്ങനെ വിരാജിക്കുക. He claims that he will with grateful praise sacrifice to the Lord and whatever he is vowed he will make good. യോന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിച്ച് നേർച്ച കാഴ്ചകൾ കഴിക്കും എന്ന് പറയുകയാണ്. Probably in the belly of the whale he vowed a gift of thanksgiving if he was delivered. ഈ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്നും ഒരു നന്ദി സൂചകമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ യോന നിർദ്ദേശിച്ചു കാണും. Jonah concludes with the most important sentence. യോന സമാപിപ്പിക്കുന്നത് വളരെ പ്രധാനമുള്ള, salvation comes from the Lord. യോന ഇപ്രകാരം പറയുന്നു, രക്ഷ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വരുന്നു. The word for salvation or deliverance in the Hebrew word Yeshua. സാൽവേഷൻ, രക്ഷ എന്നും വിടുതൽ എന്നും ഉള്ളതിന് എബ്രായ ഭാഷയിൽ യേശുവ എന്ന വാക്കാണ് The ഉപയോഗിക്കുന്നത്. name of Joshua, Hosea, Isaiah and Jesus all are derived from this Hebrew word. യോശുവയും ഐശയ്യാവും യേശുവും ഇവരുടെ പേരുകളുടെയൊക്കെ മൂല വാക്ക് യേശുവ എന്നുള്ള വാക്കാണ്. Salvation is of the Lord. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. It belongs to him and it is a free gift of grace. അത് ദൈവത്തിനുള്ളതാണ്. ദൈവം തന്റെ സൗജന്യ കൃപയിലൂടെ നൽകുന്നതാണ്. No religion per se can give us salvation, but only Jesus can. ഒരു മതത്തിനും രക്ഷ നൽകാൻ കഴിയുകയില്ല, മറിച്ച് യേശു അല്ലാതെ. Jesus said, I am the way, the truth and the life. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. And yet when he came to his own people they did not receive him. എന്നാൽ അവൻ സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് വന്നപ്പോൾ സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. Those who claim to be God's people must tell the story of his salvation. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന കഥ പറയുന്നവർ ഈ വലിയ രക്ഷയുടെ കഥയൂടെ പറയണം. We must bear witness to it. നമ്മൾക്ക് അതിന് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുണ്ട്. We must be transformed by it and know its joy. ഈ വീണ്ടെടുപ്പിന്റെ കഥ പറയുന്നതിലൂടെ നമ്മൾ രൂപാന്തരപ്പെടുകയും നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യണം. But ultimately salvation is of the Lord. എന്നാൽ ആത്യന്തികമായി രക്ഷ ദൈവത്തിൻ്റെതാണ്. Jonah's experience of deliverance was entirely an experience of God's mercy and grace. യോനയുടെ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ അനുഭവമാണ്. The prophet's actions spurred by his realization that ultimately God was all that he had opened the door to new life and fresh possibilities. യോനയുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മളെ പ്രചോദിപ്പിച്ച് പറയുന്നത് എന്തെന്നാൽ ദൈവം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. യോനയെ തിരികെ കൊണ്ടുവന്നതും ദൈവമാണ് എന്നുള്ള വസ്തുതയാണ്. And so we see there is a new beginning. Let's look at verse 10, the last part. യോനയുടെ ജീവിതത്തിലുള്ള ഒരു പുതിയ തുടക്കം ഇപ്രകാരം ഉണ്ടാവുകയാണ്. And the Lord commanded the fish and it vomited Jonah on dry land. മത്സ്യത്തോടെ യഹോവ പറയുന്നു,
യോനയെ ഛർദ്ദിക്കുക എന്ന അപ്രകാരം മത്സ്യം യോനയെ ഛർദ്ദിക്കുകയാണ്. At the beginning of the psalm, we saw the prophet calling to God in his distress. ഈ അധ്യായം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു യോന വിഷാദത്തിൽ നിന്നും ദൈവത്തോട് നിലവിളിക്കുന്നു. At the end of it, we see that God has indeed heard his prayers and delivered him from what was certain death. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ട് അവസാനം നമ്മൾ കാണുന്നു ഒരു വിടുതലിലേക്ക്, രക്ഷപ്പെടലിലേക്ക് യോന എത്തുകയാണ്. As soon as he affirms salvation is from the Lord, the fish is commanded to vomit him on dry ground. രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് യോന എപ്പോഴാണ് മനസ്സിലാക്കി ഏറ്റു പറഞ്ഞത്, അപ്പോൾ തന്നെ ഈ മത്സ്യം യോനയെ കരയിൽ ഛർദ്ദിക്കുകയാണ്. One commentator suggests that the fish is so sickened by Jonah's hypocritical piety that at this point it is no wonder that immediately after Jonah shouts, "Deliverance belongs to Yahweh," the big fish throws up. യോനയെ കുറിച്ച് ഈ പരാമർശം പറയുന്ന ഒരു വ്യാഖ്യാതാവ് പറയുന്നു, യോനയെ വിഴുങ്ങിയതായ മത്സ്യം വിഴുങ്ങിയതിലൂടെ ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും യോനയെ കരയ്ക്ക് കൊണ്ടുവന്ന് ഛർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. കാരണം യോനയിൽ ഉണ്ടായിരുന്നത് കപടഭക്തിയാണ് എന്നുള്ളത്. Normally we stomach the fish, but now the fish cannot stomach Jonah. നമ്മൾ സാധാരണ മത്സ്യത്തെ വിഴുങ്ങാറുണ്ട്, പക്ഷെ ഇവിടെ മത്സ്യം യോനയെ വിഴുങ്ങുകയാണ്. He vomits Jonah out. യോനയെ മത്സ്യം ഛർദ്ദിക്കുകയാണ്. So in the beginning of the chapter we saw that the big fish had swallowed Jonah. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടു വലിയ മത്സ്യം യോനയെ വിഴുങ്ങി എന്നുള്ളത്. And now we see the big fish vomiting Jonah out. ഇപ്പോൾ നമ്മൾ കാണുന്നു ഈ വലിയ മത്സ്യം യോനയെ ഛർദ്ദിക്കുകയാണ്. So what do we learn from this section? ഈ വേദഭാഗത്തു നിന്ന് നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? Firstly, we need to remember God as our first response, not as our last resort. നമ്മൾ ഇന്ന് പഠിക്കേണ്ട വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്നുള്ളത് അവസാനത്തെ പോംവഴിയല്ല, ആദ്യത്തെ പ്രതികരണമാണ്. When Jonah is on the brink of death, he remembers the Lord and prays. മരണകരമായ അവസ്ഥയിൽ യോന എത്തിയപ്പോൾ യോന തിരിഞ്ഞു നോക്കുകയാണ്. Then he calls Yahweh my God. എന്നിട്ട് യോന വിളിക്കുകയാണ്, യഹോവേ എന്റെ ദൈവം എന്ന് വിളിക്കുക. All the time he's been running away from the presence of the Lord. ഈ കാലം അത്രയും യോന ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. But distress drives Jonah to prayer. എന്നാൽ ഈ വിധത്തിലുള്ള വിഷാദകരമായ അവസ്ഥയിൽ, വിഷമസന്ധ്യയിൽ യോന ദൈവത്തിങ്കിലേക്ക് മടങ്ങി. Many a time crisis in our lives drives us back to God. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മളെ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കാരണമാകാറുണ്ട്. God in his loving kindness responds to our cries. ദൈവം തന്റെ സ്നേഹാദരിക്കത്താൽ നമ്മളുടെ നിലവിളികൾക്ക് പ്രതികരണം നൽകും. But our rescue should lead us to a life of praise, gratitude and obedience. എന്നാൽ നമ്മുടെ വിടുതലിന്റെ ജീവിതം ദൈവത്തോടുള്ള നന്ദി സൂചകമായും ദൈവത്തെ ആരാധിക്കുന്ന ഒരു മുഖാന്തരമായും ഭവിക്കണം. The second thing that we learn is that we need to beware of false piety and learn from God's work through others. രണ്ടാമത് നമ്മൾ ഇവിടെ പഠിക്കാൻ ശ്രമിച്ചത് മറ്റുള്ളവരിൽ നിന്നും ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കി വ്യാജഭക്തിയെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. Jonah contrasts himself with those who cling to worthless idols. മറ്റുള്ള ദൈവങ്ങളെ പോകുന്നവരുമായിട്ട് യോന തന്റെ തന്നെ ഭക്തിയെ തുലനം ചെയ്ത് നമ്മൾക്ക് കണ്ടു. Yet his own life exposes a deep inconsistency between belief and obedience. തന്റെ ജീവിതത്തിൽ തന്നെയുള്ള വിശ്വാസവും അനുസരണവും തമ്മിലുള്ള സ്ഥായി അല്ലാത്ത ഭാവങ്ങളെയും നമ്മൾ കണ്ടു. While Jonah claims covenant faithfulness, യോന ഉടമ്പടിയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുമ്പോൾ, but it is the outsiders who actually believe in Yahweh. എന്നാൽ പുറത്തുള്ളവരാണ്, ഈ ഉടമ്പടിക്ക് പുറത്തുള്ളവരാണ് യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ട ദൈവത്തിലേക്ക് The തിരിയുന്നത്. sailors who did not know Yahweh believed in Yahweh. ഈ നാവികർക്ക് യഹോവയെ അറിയത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ തിരിഞ്ഞ് യഹോവയെ അറിയുന്നവരായി തീർന്നു. The Ninevites who had gone away, they were challenged by Jonah, repented and came to Yahweh. യോനയുടെ വെല്ലുവിളി അനുസരിച്ച് നിനവേക്കാർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. They displayed genuine repentance and worship. ഇവരിലെല്ലാം നമ്മൾ കാണുന്നത് സത്യ അനുതാപമാണ്. And it is a sober warning against self-righteous religion. പലപ്പോഴും ഇത് നമ്മളുടേതായ സ്വയം പര്യാപ്തമായ മതത്തിന് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. Many a time we think we are righteous people, everybody else is a sinner. പലപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ചുള്ള അവകാശം പറയും, നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, ബാക്കിയുള്ളവരെല്ലാം And അങ്ങനെയല്ല. therefore it is a sober warning to all of us who അതുകൊണ്ട് fall. തന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. God often uses unexpected people to confront us. ദൈവം പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെ നമ്മളെ അഭിമുഖീകരിക്കുവാൻ അനുവദിക്കുകയാണ്. And through them he reveals his purposes and renews us. അവരിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയും നമ്മളെ പുതുക്കുകയും ചെയ്യുകയാണ്. True faith is marked not by religious claims but by humility, obedience and openness to God's transforming work. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ചില മതങ്ങളുടെ അനുഷ്ഠാനത്തിലും ചില ഭക്തിയിലുമല്ല,
മറിച്ച് നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് സന്നിധിയിലേക്ക് പകർന്ന് പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെയാണ് അത് വെളിപ്പെടുത്തേണ്ടത്. And in the last verse we see that he confesses that salvation belongs to the Lord. അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു എന്ന് യോന ഏറ്റു പറയുകയാണ്. Jonah knew that deliverance was entirely God's gift of grace. ഈ വിടുതൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ തനിക്ക് ലഭിച്ചു എന്ന് യോന ഏറ്റു പറയുന്നു. The moment he confesses this truth, the fish vomits him. ഈ സത്യം യോന എപ്പോൾ ഏറ്റു പറഞ്ഞു അപ്പോൾ തന്നെ മത്സ്യം യോനായെ ഛർദ്ദിച്ചു. Jonah is given a new beginning. യോനായ്ക്ക് ഒരു പുതിയ തുടക്കം ലഭിക്കുകയാണ്. And this teaches us that salvation cannot be earned. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ രക്ഷ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല. Not through our vows or rituals or religious identity. മതപരമായ അനുഷ്ഠാനങ്ങളിലോ നമ്മുടെ നേർച്ച കാഴ്ചകളിലോ നമ്മുടെ രക്ഷ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയില്ല. Salvation comes only from the Lord. യഥാർത്ഥത്തിൽ സാൽവേഷൻ ദൈവത്തിങ്കിൽ നിന്നേക്ക് വരുന്നു. When we surrender fully to God's grace, നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിൽ വിട്ടുകൊടുക്കുമ്പോൾ He brings us out of the pit നമ്മളെ ദൈവം ഈ വലിയ കുഴിയിൽ നിന്നും കരകയറ്റിക്കൊണ്ടുവരും. and sets us on new ground, ഒരു പുതിയ പ്രതലത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തും. opening the way to fresh obedience, പുതിയ അനുസരണത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. renewed purpose, നമ്മളുടെ ഉദ്ദേശശുദ്ധിയെ ദൈവം പുതുക്കും. and transformed life. നമ്മുടെ ജീവിതത്തെ അവൻ രൂപാന്തരപ്പെടുത്തും. This morning God offers you this new beginning. ഈ ഒരു പുതിയ തുടക്കം ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് സമ്മാനിക്കുകയാണ്. Confess like Jonah, salvation comes from the Lord. യോനെ പോലെ നമുക്ക് ഏറ്റു പറയാം രക്ഷ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് When we വരുന്നു. confess that, He will deliver us. നമ്മൾ ഈ സത്യം വിളിച്ചു പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ അവൻ നമ്മെ വീണ്ടെടുക്കുകയാണ്. Nobody is too far gone for God to reach out. ആരും തന്നെ ദൈവത്തിന്റെ വിടുതലിനപ്പുറത്തേക്ക് പോകുന്നില്ല. We are called to surrender ourselves fully to God's grace. നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ അവൻ നമ്മോട് He പറയുന്നു. will bring us out from whatever pit you are in. ഏത് ചതിക്കുഴികളിൽ നിന്നും പാതാള അനുഭവങ്ങളിൽ നിന്നും അവൻ നമ്മെ He കരകയറ്റിക്കൊണ്ടുവരും. will set us on new ground. അവൻ നമ്മളെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. And this morning He opens the way to fresh obedience, renewed purpose, അങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്ക്, ഒരു പുതിയ ഉദ്ദേശത്തിലേക്ക്, താല്പര്യത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. and transformed life. പുതുക്കത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. May we run towards God. നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഓടി തിരികെ വരാം. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.